Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma rabbi sidni ilma rabbi sidni ilma. In the previous class we started our new chapter, that is circles, isn't it? And we studied the parts of a circle. We studied the terms chord, diameter, etc., and radius, etc. And we studied in the last class that how to draw an equilateral triangle with all the three vertices of the triangle on the circle. അല്ലേ, സർക്കിളിനകത്ത് വെർട്ടിസസ് വരുന്ന രീതിയിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഡ്രോ ചെയ്യാനും നമ്മൾ പഠിച്ചായിരുന്നു. Today we are going to do the problems based on that is in page number 68 activities. First question: prove that the line joining the centers of two intersecting circles is the perpendicular bisector of the line joining the points of intersection. അതായത് എന്താണ്? prove that the line joining the centers of two intersecting circles, രണ്ട് സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ. അതായത് ആ രണ്ട് ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ഫിഗർ. ഇതിനകത്ത് 2 സർക്കിൾസ് ഉണ്ടായിരുന്നു. അതിനകത്തൊരു ടു ഇൻ്റർസെക്റ്റിംഗ് സർക്കിൾസ് ഉണ്ടായിരുന്നു. ഒരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു. ആൻഡ് പി ക്യു ഈസ് ദ P and Q are the centers of the circles, and we drawn one line through that. Okay, then we have to prove that PQ is the perpendicular bisector of AB. പി ക്യു എന്ന് പറയുന്ന ഈ ലൈൻ എ ബി എന്ന് പറയുന്ന ഈ ലൈന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫോർ ദാറ്റ് വി ഡ്രോൺ ദിസ്. നമ്മൾ എന്താണ് ഈ എ ബി എന്ന് പറയുന്ന ലൈനും പി ക്യു എന്ന് പറയുന്ന ലൈനും മാത്രമേ ഇതിനകത്തുള്ളൂ, നമ്മുടെ പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുള്ളൂ. നമ്മളപ്പോൾ അതിനെ ട്രയാങ്കിൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. പി എന്ന് പറയുന്ന എ പിയും പി ബിയും കണക്ട് ചെയ്തു, എ ക്യു ആൻഡ് ബി ക്യു കണക്റ്റഡ്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. P and Q are the centers of the circle. P and Q are the centers of the circle, and circle and which is intersect at A and B, which is intersect at A and B. A ബിയിൽ അത് intersect ചെയ്യുന്നുണ്ട്, which is intersect at A and B. Then എന്താണ്? The lines PQ and AB are intersect at X. ലൈൻ എ ബിയും ലൈൻ പി ക്യൂവും എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ് ഈസ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. എക്സ് ഈസ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ദെൻ എന്താണ്? പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. പി ക്യു എന്ന് പറയുന്നത് പി ക്യു ഈസ് പെർപെൻഡിക്കുലർ എന്ന് നമ്മൾ സിംബോളിക് ഫോമിൽ പറയുന്നതാണ്, ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു എ ബി. ദെർഫോർ എന്താണ്? എ എക്സ് പി ക്യു എ ബിനെ പെർപെൻഡിക്കുലർ ചെയ്യുന്നുണ്ടെങ്കിൽ എ എക്സും ബി എക്സും തമ്മിൽ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സ് എന്ന് പറയാം. ദെൻ നമ്മൾ രണ്ട് ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യണം. വി ഹാവ് ടു കൺസിഡർ ഇൻ ട്രയാങ്കിൾ പി PAQ and triangle PBQ. In triangle PAQ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ PBQ രണ്ട് ട്രയാങ്കിൾ എടുത്തു. then in that triangle PA is equal to PB. PA is equal to PB. PA എന്ന് പറയുന്ന ഈ ഒരു ലൈൻ പി ബി എന്ന് പറയുന്ന ഈ ലൈനിന് ഈക്വൽ ആണ്. വാട്ട് ഈസ് ദ റീസൺ? റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ.
radii of the same circle. Radius of the same circle. And also QA is equal to QB. എന്താണ്? That is also, what is the reason? QA QBക്ക് equal ആണ്. എന്താണ് reason? Radius of the same circle. Radius of the same circle. അപ്പം PA is equal to PB ആണ്. PA is equal to PB and QA is equal to QB. രണ്ടിൻ്റെ റീസൺ എന്താണ്? റേഡിയസ് ഓഫ് ദ ഒരു സർക്കിളിൽ തന്നെ രണ്ട് സെയിം റേഡിയസ് ആണ്, QAയും QBയും. അതുപോലെ ഇപ്പുറത്തെ വലിയ സർക്കിളിലെ രണ്ട് റേഡിയസ് ആണ് PA ആൻഡ് PB. ദെൻ PQ is equal to PQ. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ അതിൽ നിന്ന് പറയാണ് PQ ഈസ് ഈക്വൽ ടു PQ. എന്താണ് റീസൺ? ഇറ്റ് ഈസ് ദ കോമൺ സൈഡ് ഓഫ് ടു ട്രയാങ്കിൾസ്. രണ്ട് ട്രയാങ്കിളിൻ്റെയും കൂടെ കോമൺ ആയിട്ട് വരുന്നൊരു സൈഡാണ് PQ. അപ്പോൾ PQ ഈസ് ഈക്വൽ ടു PQ, റീസൺ കോമൺ സൈഡ്. PQ ഈസ് ഈക്വൽ ടു PQ, കോമൺ സൈഡ്. ദെൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ 3 sides of a triangle is equal to 3 sides of another triangle എന്നാണ് നമ്മൾ ഈ മൂന്ന് കാര്യത്തിൽ നിന്നും ഒരു ട്രയാങ്കിളിൻ്റെ ഈ മൂന്ന് സൈഡ് മറ്റേ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം 3 sides of triangle PAQ. 3 sides of triangle PAQ are equal to 3 sides of another triangle PBQ. So these triangles are ഈക്വൽ. ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആകുമ്പോഴത്തേക്കും ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. സോ ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിൽ എന്താണ്? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ APX is equal to angle BPX. നോക്കിക്കേ, ആംഗിൾ APX is equal to angle BPX. എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ആംഗിൾ APX is equal to ആംഗിൾ BPX എന്ന് എഴുതിയത്. then consider triangle PAX and triangle PBX. Consider triangle PAX and triangle PBX. ഇതാണ് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് പോർഷൻ, ഈ രണ്ട് ട്രയാങ്കിൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാം? വി ഹാവ് ടു സേ ദാറ്റ് PA ഈസ് ഈക്വൽ ടു PB. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ എന്ന് പറയാം. ദെൻ PX ഈസ് ഈക്വൽ ടു PX എന്ന് പറയാം, കോമൺ സൈഡ് ഓഫ് ടു ട്രയാങ്കിൾസ് അല്ലേ. രണ്ട് ട്രയാങ്കിളിൻ്റെ കോമൺ സൈഡാണ് PX ഈസ് ഈക്വൽ ടു PX. Then we can say that angle APX is equal to angle BPX. Angle APX is equal to angle BPX എന്ന് നേരത്തെ നമ്മൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്, നമുക്കത് പറയാം. സോ രണ്ട് സൈഡ്സും ഒരു ആംഗിളും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ 2 sides and 1 angle of 1 triangle is equal to 2 sides and 1 angle of another triangle. Then we can say that triangles are equal അല്ലേ. ഇതൊക്കെ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സോ 2 sides and an angle of 1 triangle is equal to 2 sides and an angle of another triangle. Then we can say that 2 triangles are equal അല്ലേ. In equal triangle sides opposite to the equal angles are also equal. അപ്പം ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈക്വൽ ആംഗിൾ ആണ് ഇതും ഈക്വൽ ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? AX ഈസ് ഈക്വൽ ടു BX എന്ന് പറയാം. സോ ഫ്രം ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് AX ഈസ് ഈക്വൽ ടു BX.
എ എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സ് എന്ന് പറയാം. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. സോ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ എക്സ് പി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എക്സ് പി. നോക്കിക്കേ, ആംഗിൾ എ എക്സ് പി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എക്സ് പി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയാം. ആൻഡ് ലുക്ക് ഹിയർ, ആംഗിൾ എ എക്സ് പി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എക്സ് പി. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. സോ ഈ രണ്ട് ആംഗിളിൻ്റെ കൂടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് 180 ഡിഗ്രി ബിക്കോസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ലീനിയർ പെയർ. Angle AXP plus angle BXP is equal to 180 degree. That is angle AXP plus angle BXP is equal to 180 degree. Reason linear pair. Reason ലീനിയർ പെയർ. അപ്പം ഈ രണ്ട് ആംഗിളിൻ്റെയും സമ്മ് 180 ആണെന്ന് കിട്ടി. റീസൺ എന്താണ്? ലീനിയർ പെയർ. സോ രണ്ടിൻ്റെയും കൂടെ സമ്മ് 180 ആണെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അത് എന്ത് വരും? ഒരു സൈഡ് കാണാൻ 180, ഒരു ആംഗിൾ കാണാൻ 180 ഡിവൈഡ് ബൈ 2 കൊടുത്താൽ മതി. സോ ആംഗിൾ എ എക്സ് പി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എക്സ് പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എ എക്സ് പി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എക്സ് പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി എന്ന് കിട്ടുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. പി ക്യു എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. അത് 90 ഡിഗ്രിയിൽ ഫോം ചെയ്യുന്നതായതുകൊണ്ട് അത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് ഓൾസോ എ എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സ്. PQ is perpendicular to AB and AX is equal to BX. Then we can say that the line PQ is perpendicular bisector of AB. That is line PQ is perpendicular bisector of AB. ഹെൻസ് പ്രൂവ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ പി ക്യു എന്ന് പറയുന്ന ഈ ലൈൻ എ ബി എന്ന് പറയുന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് പ്രൂവ്ഡ് ഹിയർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Second question. The picture on the right shows two circles centered at the same point and a line intersecting them. Prove that the parts of the line between the circles on either side are equal. So the picture shows two circles centered at same point center ആയിട്ട് വരുന്ന രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്താണ് പാർട്സ് ഓഫ് ലൈൻ ബിറ്റ്വീൻ ദീസ് സർക്കിൾസ് ഓൺ ഐദർ സൈഡ് ആർ ഈക്വൽ. അപ്പം ഇതിൽ രണ്ടിലും വരുന്ന ഈ രണ്ട് സർക്കിളിലും വരുന്ന ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ നെയിം കൊടുത്തിരിക്കുന്നത് ലോങ്ങർ സൈഡിൻ്റെ കോഡിനെ നമ്മൾ സി ഡി എന്നും കൊടുത്തു, സ്മോളർ സൈഡിൻ്റെ കോഡിനെ എ ബി എന്നും കൊടുത്തു. ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് സി എ ഈസ് ഈക്വൽ ടു ബി ഡി. ഈ ഒരു സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. For that first we given the names. The chord CD of the outer angle intersects the inner circle at AB. ഫസ്റ്റ് എന്താണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് പറയാൻ പറ്റുന്നത്? The chord CD
the chord CD of the outer circle intersects the inner circle at A and B. അപ്പോൾ ഈ സി ഡി എന്ന് പറയുന്ന കോഡ് എ ബി എന്ന് പറയുന്ന ഇന്നർ സർക്കിളിൻ്റെ കോഡിനെ ഇന്നർ സർക്കിളിനെ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ വി ക്യാൻ സേ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് സി എ ഈസ് ഈക്വൽ ടു സി ബി. We have to prove that CA is equal to DB. CA is equal to DB എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. For that, first of all, we have to draw one perpendicular bisector to the line AB. So, draw OE perpendicular from the circle of from the center of a circle to a chord bisects the chord. അതായത് നമ്മൾ ആദ്യം അതിന് നമുക്ക് ഇത് പ്രൂവ് ഈ ഒരു ലൈൻ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് OE എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇവിടെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കണം. സോ നമ്മൾ അങ്ങനെയാണ് OE എന്ന് പറയുന്ന ഈ ഒരു ലൈൻ വരച്ചത്. ഫ്രം ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് CE ഈസ് ഈക്വൽ ടു DE. അതായത് ഇത് ബൈസെക്റ്റ് ചെയ്യുമ്പോൾ CE ഈസ് ഈക്വൽ ടു DE. ഈ ഒരു ലൈൻ, ഈ ഒരു സി ഡി എന്ന് പറയുന്ന ലൈനിനെ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ ബൈസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്ന് പറയാം. സോ CE ഈസ് ഈക്വൽ ടു DE എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ AE ഈസ് ഈക്വൽ ടു EB or BE. AE ഈസ് ഈക്വൽ ടു BE. ഓക്കെ, ദെൻ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഓൾസോ നമ്മൾ രണ്ട് ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തു. CE ഈസ് ഈക്വൽ ടു DE എന്നും AE ഈസ് ഈക്വൽ ടു BE എന്നും പറഞ്ഞ് രണ്ട് ഇക്വേഷൻസ് കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CE മൈനസ് AE ഈസ് ഈക്വൽ ടു DE മൈനസ് BE എന്ന് കിട്ടും. ദെൻ CE മൈനസ് AE എന്താണ്? CEയിൽ നിന്നും AE മൈനസ് ചെയ്യുമ്പോൾ ബാക്കി ഇത്ര പോർഷനാണ് നമ്മളെ കയ്യിലുള്ളത്. സോ CE മൈനസ് AE ഈസ് ഈക്വൽ ടു CA. ദാറ്റ് ഈസ് ഈക്വൽ ടു DE മൈനസ് DB. DEയിൽ നിന്നും BE മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ഇത്ര പോർഷൻസ് കിട്ടും. ദാറ്റ് ഈസ് DB. ഇത്രയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ CA ഈസ് ഈക്വൽ ടു DB എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് വി പ്രൂവ്ഡ്. So from the page number 68 we done 2 problems. Then we have four more problems from that section that we can do in the next class. Today's class is over. Assalamu alaikum.